ഹേമചാമാരെ, ഞാൻ ആൻഡോ. അപ്പൊ നിങ്ങൾ കുറെ ദിവസം ശേഷമായിരിക്കും നമുക്കിന്ന് ലോങ് വീഡിയോ ആയിട്ട് നിങ്ങൾ നമ്മളെ കാണുന്നതല്ലേ. അതിന് കാരണമുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ആ കാരണമാണ് കേട്ടോ നമ്മൾ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ ചാനൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ലോങ് വീഡിയോസ് കുറവും ഷോർട്ട് വീഡിയോസ് കൂടുതലാണ് അല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഷോർട്ട് വീഡിയോസിന്റെ എണ്ണം കുറച്ചിട്ട് നമ്മൾ ലോങ് വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ കൂട്ടാൻ പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ ലോങ് വീഡിയോസ് നമ്മുടെ ചാനൽ ഇട്ടിട്ടുള്ളത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും. നമ്മൾ ഇട്ടിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ചുരുക്കം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് സന്തോഷമാകുന്ന കണ്ടന്റുകളായിരിക്കും നമ്മുടെ ചാനൽ ലോങ് വീഡിയോസ് ആയിട്ട് നമ്മൾ കൂടുതൽ ഇതുവരെ ഇട്ടിരുന്നത്, അതായത് വീട്ടിലുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടന്റ് മാറ്റാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ലോങ് വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ എന്തുകൊണ്ട് ലോങ് വീഡിയോസ് നിർത്തി, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ലോങ് വീഡിയോസ് വീണ്ടും തുടങ്ങാൻ വേണ്ടി പോകുന്നത്, അതുപോലെ തന്നെ നമ്മൾ ലോങ് വീഡിയോസ് തുടങ്ങി കഴിഞ്ഞാൽ എന്തൊക്കെ പുതിയ വെറൈറ്റി കണ്ടന്റുകളായിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പ്, അതിന്റെ കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്താൻ മറക്കല്ലേ കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയിട്ട് വരാം. അപ്പൊ മച്ചാമാരെ, നമ്മൾ ആദ്യം പറയാൻ വേണ്ടി പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ലോങ് വീഡിയോസ് നിർത്താൻ കാണുമെന്നാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ തുടങ്ങിയത് 2025 ഇപ്പൊ 2026 നമ്മുടെ ചാനൽ തുടങ്ങിയത് ആഗസ്റ്റ് മാസം അല്ല ജൂലൈ മാസമാണ്. അപ്പൊ ഇപ്പൊ ആഗസ്റ്റ് ആയി. അതായത് നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞ് 1 മാസം കടന്നു പോവുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ കുറച്ച് ലോങ് വീഡിയോസ് ആയിട്ടൊക്കെ നമ്മൾ വന്നു. പല സാഹചര്യങ്ങൾ കാരണം ലോങ് വീഡിയോസ് നമുക്ക് നിർത്താണ്ട് വന്നു. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ലോങ് വീഡിയോസ് നിർത്തിയതെന്ന് നമ്മൾ പറയാം കേട്ടോ. നമ്മൾ ലോങ് വീഡിയോസ് നിർത്തിയതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെറുതായിട്ടൊരു ജോലിക്ക് കയറി. അതായത് ഒരു ആയുർവേദ ഒരു മരുന്നാണ് കേട്ടോ. ആയുർവേദ മരുന്നുകൾ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിക്കുന്ന ചെറിയൊരു ജോലിക്ക് കയറി. അങ്ങനെ ജോലിക്ക് കയറിയപ്പോ ആ സമയം വരുന്നത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5-5:30 മണി വരെയാണ്. വീട്ടിലെത്തുമ്പോൾ 6 മണിയാകും. അപ്പൊ നമുക്ക് പുറത്തു പോയി ലോങ് വീഡിയോസ് എടുക്കുവാനോ അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോ എടുക്കാൻ പോലും സമയം കിട്ടാത്തൊരു അവസ്ഥയായിപ്പോയി. അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് നമ്മുടെ ചാനലിൽ എനിക്ക് ലോങ് വീഡിയോസ് ഇടാൻ പറ്റാത്തത്. അതായത് നമ്മുടെ ചാനൽ ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ 4000 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ നമുക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ ചാനൽ ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ വെറും 636-7 മാത്രം മണിക്കൂറായിട്ടുള്ളൂ. അതായത് 4000 മണിക്കൂറിൽ വെറും 600 സംതിങ് മണിക്കൂർ മാത്രമേ നമ്മുടെ ചാനലിൽ ഇതുവരെ ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ കരുതി ഇപ്പൊ നമ്മൾ ലോങ് വീഡിയോസ് നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എന്തായാലും മോണിറ്റൈസ് ആക്കാൻ ഇനിയും ഒരുപാട് വർഷങ്ങൾ എടുക്കും. അപ്പൊ ഞാൻ കരുതി എന്തായാലും ഇപ്പൊ നമ്മൾ നിർത്താതെ ഈ ജോലി ഇടയ്ക്ക് തന്നെ നമുക്ക് വീണ്ടും ലോങ് വീഡിയോസ് ഒക്കെ ഇട്ട് സെറ്റപ്പ് ആയി കൊണ്ടുവരാമെന്ന് എന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ലോങ് വീഡിയോസ് എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പുറത്ത് പോയി എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ട്രാവലിംഗ് സമയം, അതുപോലെ തന്നെ നമുക്ക് ആ വീഡിയോ എടുക്കേണ്ട സമയം, എഡിറ്റ് ചെയ്യേണ്ട സമയം എല്ലാം കൂടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും നല്ല ഒരു സമയം ഇതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കണം. അതായത് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് എന്തായാലും ഒരു വിജയം കണ്ടെത്താൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ വീഡിയോസ് എടുത്തു കഴിഞ്ഞാലും ലോങ് വീഡിയോസ് എന്ന് പറയുന്നത് എടുത്തു കഴിഞ്ഞാലും എന്റെ ഇരിക്കുന്ന ഫോൺ എന്ന് പറയുന്നത് Redmi 30 5G എന്ന് പറയുന്ന ഒരു ഫോണാണ് കേട്ടോ. അപ്പൊ ഈ ഫോണിൽ ഒരുപാട് സപ്പോർട്ടൊന്നുമില്ല. അതായത് ഇപ്പൊ CapCut ഇട്ട് എഡിറ്റ് ചെയ്താൽ പോലും നമ്മുടെ ഫോണിൽ ഹാങ് ആയി ഇരിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ ലോങ് വീഡിയോസ് എന്ന് പറയുന്നത് എങ്ങനെ പോയാലും 8 to 10 മിനിറ്റ് വരും, 8 മുതൽ 10 മിനിറ്റ് വരെയുള്ള ലോങ് വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഈ സംഭവം നമ്മൾ എഡിറ്റ് ചെയ്യാൻ തന്നെ എങ്ങനെ പോയാലും 1 മണിക്കൂറിൽ കൂടുതൽ എടുക്കും. അതായത് ഒരു ഗ്യാപ്പ് പോലും എടുക്കാതെ 1 മണിക്കൂർ കറക്റ്റ് ആയിട്ട് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്താൽ മാത്രമേ 1 മണിക്കൂറിന്റെ അകത്തേക്ക് നമുക്ക് വീഡിയോ എഡിറ്റ് എത്തിക്കാൻ പറ്റത്തുള്ളൂ. കാരണം എന്റെ ഇരിക്കുന്ന ഈ ഫോൺ ആയതുകൊണ്ട് വെറും 14,000 രൂപയ്ക്കുള്ള ഫോണാണ്. അപ്പൊ ഈ ഫോണിൽ അത്യാവശ്യം വീഡിയോ ക്ലാരിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. അതിനുവേണ്ടി നിങ്ങൾക്ക് മനസ്സിലാകണം എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ കുറച്ച് സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇച്ചിരിയെങ്കിലും ക്വാളിറ്റിയിൽ വീഡിയോ ഇരിക്കുന്നത്. ഇല്ല നമ്മൾ പുറത്ത് പോയി എടുത്ത് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ക്വാളിറ്റി നമുക്ക് എന്തായാലും കിട്ടുന്നില്ല. അത് നമ്മുടെ ഫോണിന്റെ യൂസേജ് കാരണങ്ങളായിരിക്കാം. ഫോണിന് എല്ലാത്തിലും പരിമിതികളുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഫോണിനും അതിൻ്റെതായ പരിമിതികൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ കരുതി എന്തായാലും ലോങ് വീഡിയോസ് ഞാൻ പുറത്ത് പോയി ട്രാവലിങ്ങിന്റെ വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി നോക്കിയായിരുന്നു. അതായത് നമ്മളെ തിരുവനന്തപുരത്ത് തന്നെ ഒരുപാട് നമുക്ക് ആളുകളിൽ എത്തിക്കാൻ പറ്റുന്ന, കാണാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളും കാഴ്ചകളും ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ എടുക്കാൻ വേണ്ടി തിരുവനന്തപുരം മ്യൂസിയത്തിൽ പോയി, അതുപോലെ തന്നെ ഒരുപാട് ബീച്ച് സൈഡിലൊക്കെ പോയി. അങ്ങനെയൊക്കെ ഞാൻ എടുക്കാൻ വേണ്ടി വീഡിയോ നോക്കിയപ്പോൾ ഫോണിൽ അത്യാവശ്യം ക്ലാരിറ്റി കുറവാണ്. അതായത് നല്ല ക്ലാരിറ്റി കുറവാണ്. കാരണം നമ്മൾ ലോങ് വീഡിയോസ് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഒട്ടും ഫോക്കസും കിട്ടുന്നില്ല, സ്റ്റെബിലൈസേഷൻ ഇല്ല. അതുപോലെ തന്നെ ഒരുപാട് മെനക്കെട്ട പണി നമ്മൾ അതിൽ വീണ്ടും ചെയ്യാണ്ട് വരും. അങ്ങനെയൊക്കെ വന്നതുകൊണ്ടാണ്
ഞാൻ വീണ്ടും ലോങ് വീഡിയോസ് നിർത്താൻ കാരണം കേട്ടോ. അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് ജോലിയും കൂടെ കിട്ടിയത് കാരണം മൊത്തത്തിൽ പണിയായി. എനിക്ക് വീഡിയോസ് ലോങ് വീഡിയോസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസ് ആയിക്കോട്ടെ, ഒന്ന് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് നമ്മൾ ലോങ് വീഡിയോസ് നിർത്താനുണ്ടായ കാരണം. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് വീണ്ടും ലോങ് വീഡിയോസ് തുടങ്ങാൻ പോകുന്നതിനായിട്ടാ. നമ്മുടെ ചാനലിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതായത് നമ്മുടെ ചാനലിൽ 4000 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന സംഭവം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ലോങ് വീഡിയോസ് ഇട്ടാൽ മാത്രമേ അങ്ങനെ സംഭവം നടക്കത്തുള്ളൂ. അതായത് നമ്മുടെ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലോങ് വീഡിയോ മസ്റ്റ് ആയിട്ട് ഇടണം. അതായത് നമ്മൾ ലോങ് വീഡിയോസ് ഇടാതെ എന്നും ഷോർട്ട് വീഡിയോസ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ നമ്മൾ തുടങ്ങി വെച്ചെന്ന് പറഞ്ഞിട്ട് ഒരു അർത്ഥവുമില്ല. അതായത് ഷോർട്ട് വീഡിയോസ് മാത്രം എന്തെങ്കിലും മാറി വലിച്ചിട്ടിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ വീഡിയോസ് കാണുന്ന നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും കണ്ടന്റുകൾ ഇട്ടാൽ മാത്രമേ നമ്മുടെ ചാനൽ നമുക്ക് നിങ്ങൾ വീഡിയോസ് കാണുന്നതിലൂടെ നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ഇന്ന് തുടങ്ങാൻ പോകുന്നത് നമ്മുടെ ചാനലിലെ ലോങ് വീഡിയോസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പോകുന്നതിനാണ് ഇടാം. അതായത് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം, അതായത് ചിലപ്പോൾ 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ലോങ് വീഡിയോസ് ഡേ 1 ഡേ 2 പോലെ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് മാത്രം കൊണ്ട് ഞാൻ ഒരിക്കലും വിജയിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളും ആ വീഡിയോസ് കണ്ടാൽ മാത്രമേ എനിക്ക് എന്റെ ചാനലിൽ മോണിറ്റൈസ് എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമുക്കൊരു വരുമാനം ഇല്ലാതിരുന്നാൽ ഒരു കാര്യവും ഇല്ലെന്ന് വേണം എനിക്ക് മനസ്സിലാക്കാനുള്ളത്. കാരണം നമ്മളൊരു ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു വരുമാനം കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് ഒരു ഉപയോഗമില്ല. അതുപോലെ തന്നെ നമ്മൾ രണ്ടുപേരെ അറിയണമെങ്കിലും നമ്മൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കണ്ടന്റുകൾ ഇട്ടാൽ മാത്രമേ നമ്മളെ രണ്ടുപേരെങ്കിലും അറിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോസ് നമ്മൾ നിർത്തിയ സ്ഥാനത്ത് നിന്ന് നമ്മൾ ലോങ് വീഡിയോസ് തുടങ്ങാൻ പോവുകയാണ്. എനിക്ക് നിങ്ങളുടെ ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, നമ്മുടെ വീഡിയോ കാണുന്നവർ മസ്റ്റായിട്ട് നമ്മുടെ പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ലോങ് വീഡിയോസ് നിങ്ങൾ മാക്സിമം സ്കിപ്പ് അടിക്കാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരും കാണും. അവർ കാണുന്നതിലൂടെ തന്നെ അവരും ഷെയർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ അവർ കാണുന്നതിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ചാനലിൽ വാച്ച് ഓവർ എന്ന് പറയുന്ന കൂട്ടാനും സാധിക്കും, മോണിറ്റൈസ് ആക്കാനും സാധിക്കും കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു തന്ന ഇത്രേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെ ലോങ് വീഡിയോസ് നിർത്തി വെച്ചിരുന്നു, അതായത് കുറവായിരുന്നു. ഇനി നമ്മുടെ ചാനൽ ലോങ് വീഡിയോസ് നമ്മൾ സ്ഥിരം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ മച്ചാമാരെ, നമ്മൾ ഇതുവരെ പറഞ്ഞത് നമ്മുടെ ലോങ് വീഡിയോസ് നിർത്താനുണ്ടായ കാരണം, അതുപോലെ തന്നെ ലോങ് വീഡിയോസ് തുടങ്ങാനുള്ള കാരണം. അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്നത് നമ്മൾ ലോങ് വീഡിയോസ് തുടങ്ങി കഴിഞ്ഞാൽ എന്തൊക്കെ കണ്ടന്റ് ആണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് കേട്ടോ. അതായത് നിങ്ങളിപ്പോ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇവൻ ഈ ലോങ് വീഡിയോസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനി അവൻ എന്ത് കണ്ടന്റാ കൊണ്ടുവരാൻ പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. അപ്പൊ നമ്മൾ ഇനി കൊണ്ടുവരാൻ പോകുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് മാക്സിമം ട്രാവലിംഗ് വീഡിയോസ് നമ്മൾ കൊണ്ടുവരും കേട്ടോ. അതായത് നമ്മുടെ തിരുവനന്തപുരം എന്ന് പറയുന്ന സ്ഥലത്ത്, തിരുവനന്തപുരത്തിൽ തന്നെ ഒരുപാട് അക്ഷരങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം എന്ന് പറയുന്ന ജില്ലയിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട് കേട്ടോ. അതായത് ഞാനിപ്പോ ജോലിക്ക് പോകുന്ന ഇടയ്ക്ക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ അല്ലാതെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ നല്ല നല്ല കാഴ്ചകൾ കാണാനുണ്ട്. അതുകൊണ്ട് ഞാൻ കരുതി എന്തായാലും ആ കാഴ്ചകൾ നിങ്ങളിലോട്ട് എത്തിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇവന്റെ ഇരിക്കുന്നത് Redmi 30 5G അല്ലേ, ഇവൻ നേരത്തെ പറഞ്ഞു അതിലൊരു ക്വാളിറ്റി ഇല്ല, പിന്നെ ഇവൻ എങ്ങനെ ആ ഫോൺ വെച്ച് ഒരു നല്ല ക്ലാരിറ്റിയിലൊക്കെ വീഡിയോ എടുക്കും, ട്രാവലിംഗ് വീഡിയോസ് ഒക്കെ എങ്ങനെ എടുക്കും നിങ്ങൾ ചിന്തിക്കും. അതിനുള്ള കാരണങ്ങളെല്ലാം ഞാൻ വരുന്ന ഈ വീഡിയോയിൽ തന്നെ നമ്മൾ പറയാം കേട്ടോ. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാണണേ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ കൊണ്ടുവരുന്ന മാക്സിമം ട്രാവലിംഗ് വീഡിയോസ് കൊണ്ടുവരും. അതുപോലെ തന്നെ നല്ല നല്ല കണ്ടന്റ് കൊണ്ടുവരും. അതായത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നമ്മളെ പേജ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഓരോ കണ്ടന്റുകൾ നമ്മൾ കൊണ്ടുവരും. അതുപോലെ തന്നെ നമ്മളിപ്പം ഒരു ചാനലിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് ആൻഡോ വ്ലോഗ് ഇട്ട വീഡിയോ അല്ലെ, നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനത്തെ നല്ല നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള നല്ല നല്ല കണ്ടന്റുകൾ നമ്മുടെ ചാനലിൽ നമ്മൾ കൊണ്ടുവരും കേട്ടോ. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ട്രാവലിംഗ് വീഡിയോസ്, അതുപോലെ തന്നെ ഫുഡ് വ്ലോഗ് ഞാൻ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും പോസ്റ്റ് ചെയ്തത്. ഫുഡ് വ്ലോഗിന് വേണ്ടി വേറെ ഒരു ചാനൽ നമുക്ക് യൂട്യൂബിൽ തന്നെ ഉണ്ട്. അതിന്റെ പേര് വന്നിട്ട് ആൻഡോ ഫുഡി ടിവിയോ അങ്ങനത്തെ ഒരു ചാനലാണ്. തിരുവനന്തപുരത്തിന് ഷോർട്ട് ഫോം ആയിട്ട് ടി വി എന്ന് ഇട്ടിരിക്കുന്നതാണ്. അപ്പൊ ആ ചാനലുണ്ട്, അതിലേക്ക് നമ്മൾ ഫുഡ് വ്ലോഗ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഈ ചാനൽ നമ്മൾ മെയിൻ ഫോക്കസ് ഇത് ചെയ്യാൻ പോകുന്നത് ട്രാവലിംഗ് വ്ലോഗ്, അതുപോലെ തന്നെ ഓരോ നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കണ്ടന്റുകളായിരിക്കും നമ്മൾ ഇനി മുതൽ നമ്മുടെ ചാനൽ ലോങ് വീഡിയോസ് ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ. അതിനോടൊപ്പം തന്നെ പറയാനുള്ളത് നമ്മുടെ ചാനലിൽ
ചാനലിലെ നമ്മൾ വീഡിയോ ഇടുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് വീഡിയോ ഇടുമ്പോൾ നമ്മുടെ ചാനൽ ഇടുന്ന സ്റ്റുഡിയോ സെറ്റപ്പ് ആണ് കേട്ടോ. ഈ നമ്മുടെ ചാനൽ സ്റ്റുഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടൊന്നുമില്ല. നിങ്ങളിപ്പോ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ തന്നെ അറിയാം, ഞാൻ ഒരു ബൾബ് കെട്ടിത്തൂക്കി ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് എന്റെ ഫേസിൽ ഇതിലെങ്കിലും വെളിച്ചം കിട്ടത്. അതുപോലെ തന്നെ കേട്ടോ, ഇവിടെ കുറെ വരയും കുറിയൊക്കെ ഉണ്ട്, ഈ സൈഡൊക്കെ കുറെ പൊളിഞ്ഞൊക്കെ ഇരിക്കുന്നു, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആ ഒരു ഉള്ള പരിമിതിക്കുള്ളിലാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ഇടുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുള്ളൂ, വരും ദിവസങ്ങളിൽ നമ്മൾ ഈ കാണുന്നത് പോലെയല്ല, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അടിപൊളിയായിട്ട് നമ്മൾ കില്ലാടിയാക്കി സെറ്റ് ആകും കേട്ടോ. സെറ്റാക്കി നല്ല അടിപൊളി നല്ല സെറ്റാക്കി നമ്മൾ കൊണ്ടുവരും കേട്ടോ. അതായത് നിങ്ങൾ നമ്മളെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ നല്ല നല്ല ബാക്ക്ഗ്രൗണ്ടോടെ ആയിരിക്കും നമ്മൾ വരുന്നത് കേട്ടോ. അതായത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കിടുക്കാച്ചി ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവർ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ട്രാവലിംഗ് വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് നല്ല മൊബൈൽ വേണം. അതുകൊണ്ട് ഞാൻ ഈ ഓണത്തിന് ജസ്റ്റ് ഒരു മൊബൈൽ എടുക്കാനുള്ള പ്ലാനിങ് ഉണ്ട്. നടക്കുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. എടുക്കാൻ നോക്കുന്ന ഒരു ഐഫോണാണ് നോക്കുന്നത്. കാരണം വിവോ എടുക്കാൻ നോക്കിയപ്പോൾ പലരും പറഞ്ഞു വിവോ വന്നിട്ട് ഫോട്ടോയ്ക്ക് മാത്രമേ ഉള്ളൂ. സാംസങ് എടുക്കാൻ നോക്കിയപ്പോഴും സാംസങ് ഫോട്ടോയ്ക്കാണ് ബെറ്റർ കില്ലാടി എന്ന് പറയുന്നത്. എല്ലാവരും പറയുന്നത് ഐഫോൺ ആണ് വീഡിയോയ്ക്ക് പക്കാ സാധനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഐഫോൺ 17 ആയിരിക്കും നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ എന്തായാലും പ്രോ മാക്സ് ഒന്നും പോകത്തില്ല, 17 ആയിരിക്കും മാക്സിമം നമ്മൾ എടുക്കാൻ നോക്കുന്നത്. അപ്പോൾ അതേപോലത്തെ ഫോണിലൊക്കെ ആയിരിക്കും നമ്മൾ ഇനി ലോങ് വീഡിയോസ് കിഡിലായിട്ട് നമ്മൾ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ നമ്മൾ എത്തിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോഴേക്ക് നമ്മുടെ ഈ ഫോണിൽ എടുത്ത വീഡിയോസ് ഒക്കെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി കുറവുണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ല വെടിച്ചില് സാധനമായിട്ട് നമ്മൾ കിടുക്കാച്ച ഐറ്റംസ് ആയിട്ട് നമ്മൾ ആ ഫോണിലൊക്കെ ആയിരിക്കും നമ്മൾ ഇനി മുതൽ വീഡിയോസ് ഒക്കെ എടുക്കാൻ പോകുന്നത്. ഇപ്പൊ പറയുമ്പോൾ ആ ഫോണില്ല, Redmi 35 ഇപ്പൊ വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ആ മൊബൈൽ എടുക്കും, ഓൺ ദ വേ ആണ് കേട്ടോ. അപ്പൊ മച്ചാമാരെ, ഇനി വേറെ ഒന്നും പറഞ്ഞ് ഈ വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞത് വേറെ ഒന്നുമല്ല, എന്തുകൊണ്ട് ലോങ് വീഡിയോസ് നിർത്തി, എന്തുകൊണ്ട് ലോങ് വീഡിയോസ് നമ്മൾ വീണ്ടും തുടങ്ങുന്നു, അതുപോലെ തന്നെ തുടങ്ങി കഴിഞ്ഞാൽ എന്തൊക്കെ കണ്ടന്റുകൾ കൊണ്ടുവരും, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നമ്മുടെ പേജ് മറക്കാതെ ഒന്ന് ഫോളോ അടിച്ച്, ലൈക്ക് അടിച്ച്, സബ് അടിച്ച്, കമന്റ് അടിച്ച് എല്ലാം നിങ്ങൾ നമ്മളെ കൂടെ എപ്പോഴും കാണണമെന്ന് പറയുന്നു. അപ്പോ വേറെ ഒന്നും പറയാൻ നീട്ടുന്നില്ല. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അപ്പൊ നമ്മൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരും. അപ്പൊ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സ്വന്തം ആൻഡ് വ്ളോഗിയാണെന്നുള്ള വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.